ശക്തമായിട്ടുള്ള മഴയായിരിക്കും. പല ജില്ലകളിൽ നിന്നുള്ള അലേർട്ടാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും നമുക്കൊക്കെ ആഘോഷിച്ചേ തീരൂ. നമ്മുടെ ഓണമാണ്. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. ഓണക്കോടിയും പൂക്കളും സദ്യവട്ടങ്ങളും വാങ്ങാൻ കുടുംബസമേതം ആളുകൾ വിപണിയിലേക്ക് എത്തുന്നതോടെ പ്രധാന നഗരങ്ങളെല്ലാം വൻ തിരക്കിലേക്ക് എത്തും. ദിവസങ്ങളായി മാർക്കറ്റുകളിൽ തുടരുന്ന തിരക്ക് ഇന്ന് പാരമ്യത്തിലെത്തും. നഗരത്തിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിലെ വ്യാപാരികളെല്ലാം അവസാനഘട്ട കച്ചവടം പൊടിപൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം 2 ദിവസമായി പെയ്യുന്ന മഴ തെരുവോര കച്ചവടക്കാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഗോപാൽ ഷീലാസനൽ തുടരുന്നുണ്ട്. ഗോപാൽ, എന്തായാലും ഗോപാൽ നേരത്തെ പറഞ്ഞല്ലോ, മഴയായാലും വെയിലായാലും മലയാളിക്ക് ഓണം അത് ഗംഭീരമാക്കണം. അതുകൊണ്ട് ഇന്ന് തിരക്കിലൊട്ടും കുറവ് വരാൻ സാധ്യതയില്ല, അല്ലേ? ഒരു സംശയവുമില്ല. കാരണം ഇന്നലെ പൂരാടമായിട്ട് തന്നെ പലയിടങ്ങളിലും മണിക്കൂറുകളോളമായിരുന്നു ഗതാഗത ബ്ലോക്ക് ഉണ്ടായത്. കടകളൊക്കെ ഏതാണ്ട് ഒരു 12 മണി 1 മണി വരെയും പ്രവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പൂരാടത്തിന്റെ അന്നത്തെ ഒരു സാഹചര്യമെങ്കിൽ എന്തായിരിക്കും ഉത്രാടം എന്നത് നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് ഊഹിച്ചു നോക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അതിന് മഴ പെയ്താലും ശരി, കൊടുംവേനലാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, മലയാളി ഓണം ഉണ്ണണമെന്നും ഓണം ആഘോഷിക്കണമെന്നും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവർ ഉണ്ണുക തന്നെ ചെയ്യും, ആഘോഷിക്കുക തന്നെ ചെയ്യും. ഒരു വെടിക്കെട്ടിലെ കൂട്ടപ്പൊരിച്ചിലിന് സമാനമായ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മത്സരത്തിലെ അവസാന ഓവറിലെ ആ ഒരു തകർപ്പൻ വെടിക്കെട്ടിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉത്രാട ദിനത്തിൽ സംസ്ഥാനത്തുടനീളവും ഉള്ളത്. ചില മേഖലകളിൽ, അതായത് പ്രധാനമായും പച്ചക്കറി മാർക്കറ്റുകളിൽ സദ്യവട്ടങ്ങൾക്കുള്ള പച്ചക്കറികളും അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സാധനങ്ങളും വാങ്ങാനുള്ള തിരക്കുകൾ, മറ്റൊന്ന് ഓണക്കോടി എടുക്കാനുള്ള തിരക്കാണ്. ഈ ഓട്ടത്തിനിടയിൽ ജോലിക്കും അതുപോലെ തന്നെ തിരക്കുകളിലൊക്കെ പെട്ടവർക്ക് ഇന്ന് ഒന്ന് ഓടി വന്ന് ഓണക്കോടി ഒന്ന് അവസാനമായി എടുക്കാനുള്ള സമയമാണ്. കൂടാതെ പല സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് ഹോം അപ്ലയൻസ് ഗൃഹോപകരണ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ വമ്പൻ ഓഫറുകളാണ് കമ്പനികൾ ഈ ഓണക്കാലം ലക്ഷ്യമിട്ട് നൽകിയിരിക്കുന്നത്. ആ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി സാധനങ്ങൾ വാങ്ങാനുള്ള ധൃതിപ്പെട്ട തിരക്കിലാണ് ഈ പൊതുജനങ്ങൾ അല്ലെങ്കിൽ മലയാളികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്രാട പാച്ചിൽ, അവസാന ഘട്ടത്തെ ആ നെട്ടോട്ടത്തിനെ തന്നെയാണ് പാച്ചിൽ എന്നുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ എല്ലാ പണിയും ഒതുക്കി രാത്രിയിൽ ഓണത്തപ്പനെ വരവേറ്റ് തിരുവോണത്തിന് ഓണക്കോടി ഉടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓണം ഉണ്ണാനുള്ള, നാളെ വെറുതെ ഇരിക്കാനുള്ള, വെറുതെ ആഘോഷത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ള ദിവസമായി കണ്ട് ഇന്ന് മുഴുവൻ പണികളും തീർക്കാനുള്ള നെട്ടോട്ടത്തിൽ, തത്രപ്പാടിൽ, പാച്ചിലിൽ തന്നെയാണ് മലയാളികൾ. ആ പാച്ചിലൊക്കെ നമുക്ക് വരുന്ന മണിക്കൂറുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരമൊക്കെ പറയുമ്പോൾ ഈ ഓണം വാരാഘോഷമൊക്കെ കൂടെ തുടങ്ങിയതോടുകൂടി തന്നെ നഗരം പൂർണ്ണമായും തിരക്കിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ലൈറ്റ് കാണാനായി ഒരു വശത്ത് രാത്രിയാകുമ്പോൾ ജനങ്ങൾ ഇറങ്ങുന്നു. ചാല മാർക്കറ്റിലേക്ക് ഒരു ടീം, പാളയം മാർക്കറ്റിലേക്ക് ഒരു ടീം, അതുപോലെ തന്നെ വസ്ത്രവ്യാപാരശാലകളിലേക്ക് ഒരു ടീം. അങ്ങനെ 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 ആ പൊതുജനങ്ങളും മലയാളികളും എല്ലാവരും തന്നെ ഈ ഉത്രാട ദിവസം തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്ത് എത്രത്തോളം ഓണം കെങ്കേമമാക്കാമോ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന ആ ഒരു പ്രയോഗത്തെ പഴഞ്ചൊല്ലിനെ അന്വയമാക്കുന്നതിന് വേണ്ടിയുള്ള പണിപ്പെട്ട ശ്രമത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശരി ഗോപാൽ, എന്തായാലും സദ്യവട്ടത്തിനുള്ള അവസാന തയ്യാറെടുപ്പുകളിലൊക്കെ ആയിരിക്കും മലയാളികൾ. ഇന്ന് വൈകുന്നേരത്തോടെ ഗോപാൽ പറഞ്ഞതുപോലെ എല്ലാ പണിയും കഴിച്ച് നാളെ ഒന്ന് സ്വസ്ഥമായി കുടുംബത്തിനൊപ്പം ഇരിക്കാനായിരിക്കും എല്ലാവരുടെയും നെട്ടോട്ടം.